പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ എക്കണോമിക്സിലെ പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രസൻറ്റ് വാല്യൂ അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ എന്നതിനെക്കുറിച്ചാണ്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഇസ് ദ കറൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ സം ഓഫ് മണി. ഫ്യൂച്ചർ സം ഓഫ് മണിയുടെ കറൻറ്റ് വാല്യൂവിനെയാണ് എന്ത് പറയാം, ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂവിനെയാണ് എന്ത് പറയുക, പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ ഗിവൺ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ക്യാഷ് ഫ്ലോയിലെ ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേണിലുള്ള ഫ്യൂച്ചർ സം ഓഫ് മണിയുടെ കറൻറ്റ് വാല്യൂവിനെ എന്ത് പറയാം, പ്രസൻറ്റ് വാല്യൂ എന്ന് പറയാം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് ദ ഹയർ ദ ഡിസ്കൗണ്ട് റേറ്റ് ദ ലോവർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് അറ്റ് ദ ഡിസ്കൗണ്ട് റേറ്റ്, അതിന് റേറ്റ് നമ്മൾ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇതിനെ എന്ത് പറയുക, ഫ്യൂച്ചർ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഹയർ ദ ഡിസ്കൗണ്ട് റേറ്റ്, അത് ഡിസ്കൗണ്ട് ചെയ്യുന്ന അത് ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാണ്. അത് ഹയറിലാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും, ലോവർ ആയിരിക്കും. ഡിറ്റർമിൻ ദ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ദ ക്യൂ properly value in the future cash flow whether they be earning or debt obligation. Present value state that the amount of money today is worth more than the same amount in the future. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ പറയുന്നത് എമൗണ്ട് ഓഫ് മണി ടുഡേ ഇസ് വർത്ത് മോർ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് ഇൻ ദ ഫ്യൂച്ചർ. ഇന്ന് എമൗണ്ട് ഓഫ് ഒരു എമൗണ്ട് ഓഫ് മണി ഇന്നുള്ളത് എന്തായിരിക്കും, നാളത്തിനെക്കാട്ടിലും വർത്തായിരിക്കും. അതിന് ഇൻഫ്ലേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അതുമായി റിലേറ്റ് ചെയ്തിരിക്കും. ഇൻ അതർ വേർഡ്സ് പ്രസൻറ്റ് വാല്യൂ ഷോസ് ദ മണി റിസീവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ഈസ് നോട്ട് വർത്ത് ആസ് മച്ച് ആസ് എൻ ഈക്വൽ എമൗണ്ട് റിസീവ്ഡ് ടുഡേ. ഇന്ന് കിട്ടുന്ന എമൗണ്ട് ഓഫ് മണീൻ്റെ പുറത്ത് നാളെ അത് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കില്ല. അൺസ്പെൻഡ് മണി ടുഡേ കുഡ് ലോസ് വാല്യൂ ഇൻ ദ ഫ്യൂച്ചർ ബൈ എ ഇംപ്ലൈഡ് ആനുവൽ റേറ്റ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ ഓർ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഇഫ് ദ മണി വാസ് ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺസ്പെൻഡ് ചെയ്ത് എടുക്കുന്ന മണി ഉണ്ടാവും. ആ മണി എന്താണ്, അതിൻ്റെ വാല്യൂ ലോസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അതിന് വീണ്ടും ഇൻഫ്ലേഷൻ എക്കോണമിയിലുണ്ട്. അപ്പോൾ ജനറൽ പ്രൈസ് ലെവൽ കൂടുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന അതിൻ്റെ ഒരു പർച്ചേസിംഗ് പവർ കുറയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിട്ടേണും കിട്ടും. അതുകൊണ്ട് തന്നെ അൺസ്പെൻഡ് മണി ടുഡേ കുഡ് ലോസ് വാല്യൂ. കാൽക്കുലേറ്റീവ് പ്രസൻറ്റ് വാല്യൂ ഇൻവോൾവ് അസ്യൂമിങ് ദാറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കുഡ് ബി ഏൺഡ് ഓൺ ദ ഫണ്ട് ഓവർ ദ പീരിയഡ്. പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻവോൾവ് അസ്യൂമിങ് ദ റേറ്റ് ഓഫ് റിട്ടേൺ, റേറ്റ് ഓഫ് അതിൽ നിന്ന് കിട്ടുന്ന, അത് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അസ്യൂം ചെയ്തിട്ട് കുഡ് ബി ഏൺഡ് ഓൺ ദ ഫണ്ട് ഓവർ ദ പീരിയഡ്. ഇനി നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ആണ് പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ ദ കറൻറ്റ് അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ബേസ്ഡ് ഓൺ അസ്യൂംഡ് റേറ്റ് ഓഫ് ഗ്രോത്ത്. അങ്ങനെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഫ്യൂച്ചർ ഡേറ്റിലുള്ള അതിൻ്റെ വാല്യൂവിനെ എന്ത് പറയാം, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയാം, അസ്യൂംഡ് റേറ്റ് ഓഫ് ഗ്രോത്ത്. ദ ഫ്യൂച്ചർ വാല്യൂ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. ഫിനാൻഷ്യൽ പ്ലാനേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അത് ഇമ്പോർട്ടൻറ്റ്. ദേ യൂസ് ഈസ് ടു എസ്റ്റിമേറ്റ് ഹൗ മച്ച് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ടുഡേ വിൽ ബി വർത്ത് ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് ഫ്യൂച്ചറിൽ എത്ര ആയിരിക്കും അതിൻ്റെ വർത്ത്, അതാണ് ഇതിലൂടെ ഫ്യൂച്ചർ വാല്യൂയിലൂടെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സും ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ വാല്യൂ കാണുന്നത്. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് എത്രയായിരിക്കും എന്നുള്ളത്. Knowing the future value enable investors to make sound investment decision based on anticipated needs. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്താ ഇൻവെസ്റ്റേഴ്സിന് ഒരു നല്ല രീതിയിലുള്ള സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ദെയർ ആൻറ്റിസിപ്പേറ്റഡ് നീഡ്സ്. ഹവർ എക്സ്റ്റേണൽ എക്കണോമിക് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻഫ്ലേഷൻ ക്യാൻ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ അസറ്റ് ഇറോഡിങ് ഇറ്റ്സ് വാല്യൂ. എക്സ്റ്റേണൽ എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂച്ചർ വാല്യൂവിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മളൊരു സാധനം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന അത്ര കപ്പാസിറ്റി നാളെ അതിന് ഉണ്ടായിരിക്കില്ല. ദ ഫ്യൂച്ചർ വാല്യൂ calculation allows investors to predict with varying degrees of accuracy the amount of profit they can be generated by different investment. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കൃത്യമായിട്ട് വേരിയൻ ഡിഗ്രീസ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എത്ര എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ദ എമൗണ്ട് ഓഫ് ഗ്രോത്ത് ജനറേറ്റഡ് ബൈ ഹോൾഡിംഗ് എ ഗിവൺ എമൗണ്ട് ഇൻ ക്യാഷ് വിൽ likely be different than if that same amount were invested in stock. Therefore future value equation is used to compare multiple option. future value equation നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് അതിൽ നിന്ന് ഫ്യൂച്ചർ വാല്യൂ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഫ്യൂച്ചർ വാല്യൂ
understanding future value calculation allows investors to predict with varying degrees of accuracy the amount of profit that can be generated by different investment. നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിന് എത്രയാണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഡിഫറെൻറ്റ് രീതിയിൽ ഇൻവെസ്റ്റ് എടുത്തുമ്പോൾ ഡിഫറെൻറ്റ് രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും ലഭിക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിലാണ് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ value of an asset can become complicated depending on the type of asset. Also, the future value calculation is based on the assumption of the stable growth rate. Future value calculation എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ടൈപ്പ് ഓഫ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ഓഫ് സ്റ്റേബിൾ ഗ്രോത്ത് റേറ്റ്. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. ചിലപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, ചില വർഷങ്ങളിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷേ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ എന്താണ്, ഒരു സ്റ്റേബിൾ ഗ്രോത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മണി ഈസ് പ്ലേസ്ഡ് ഇൻ എ സേവിങ് account with a guaranteed interest rate, then the future value is easy to determine accurately. ഈ സേവിങ് നടത്തണം, നമ്മളെ കയ്യിലുള്ള പണം സേവിങ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് അതർ സെക്യൂരിറ്റി വിത്ത് മോർ വൊളാറ്റൈൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്യാൻ പ്രസൻറ്റ് ഗ്രേറ്റർ ഡിഫിക്കൽറ്റി. എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിലൊരു ഈ റേറ്റ് ഓഫ് റിട്ടേണിലുള്ള ഒരു വൊളാറ്റൈൽ ഉണ്ടാവും, ചേഞ്ചുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വാല്യൂ കണ്ടെത്തുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്യൂച്ചർ വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് കറൻറ്റ് അസറ്റ് അറ്റ് സം പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ അസ്യൂംഡ് ഗ്രോത്ത് റേറ്റ്. ഒരു അസ്യൂം ചെയ്യുന്ന ഗ്രോത്ത് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള കറൻറ്റ് അസറ്റിൻ്റെ ഫ്യൂച്ചറിലുള്ള അതിൻ്റെ വാല്യൂവിനെ എന്താ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ ഏബിൾ ടു റീസണബിളി അസ്യൂം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് യൂസിങ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ. ഇൻവെസ്റ്റേഴ്സിന് വളരെ കൃത്യമായിട്ട് അസ്യൂം ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻ കൊണ്ട്. Determine the future value of market investment can be challenging because of the market volatility. ഫ്യൂച്ചർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ ചലഞ്ചായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ വൊളാറ്റിലിറ്റി കൊണ്ട്. ദർ ആർ 2 types of calculation of future value of asset. ഫ്യൂച്ചർ വാല്യൂ യൂസിങ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്യൂച്ചർ വാല്യൂ യൂസിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലും ഫ്യൂച്ചർ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. 2 രീതിയിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ടോട്ടൽ ഒരു ഇയറിന് എത്ര ഇയറാണോ അതിനൊരു റേറ്റിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കാണും. കോമ്പൗണ്ടറിന് ഓരോ വർഷവും അത് എന്ത് ചെയ്യും, ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് കിട്ടുന്ന റിട്ടേൺ ആഡ് ചെയ്തിട്ട് അതൊരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഇക്വേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ഫ്യൂച്ചർ വാല്യൂ I ഇൻറ്റു 1+R ഇൻറ്റു T. I എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ സിമ്പിൾ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിൽ FV is equal to I ഇൻറ്റു 1+R ഇൻറ്റു T. R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റും T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സും I എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇത് കോമ്പൗണ്ട് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിൽ സിമ്പിൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1+R ഇൻറ്റു T. I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, R പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, T എന്നാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് കോമ്പൗണ്ട് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത് മെഷർ ചെയ്യുക. ഇനി ഫ്യൂച്ചർ വാല്യൂവും പ്രസൻറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് മോർ റിലയബിൾ വാല്യൂ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതൊരു റിലയബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. എൻ അനലിസ്റ്റ് ക്യാൻ ബി ആൾമോസ്റ്റ് സെർട്ടൻ അബൌട്ട് ദാറ്റ് വാല്യൂ. ഫ്യൂച്ചർ ഒരു അനലിസ്റ്റിന് അത് വളരെ കൃത്യമായിട്ട് സെർട്ടൻ ആയിരിക്കും എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത്. എന്നാൽ ഫ്യൂച്ചർ വാല്യൂ ഇസ് പ്രൊജക്റ്റഡ് ഫിഗർ. ഫ്യൂച്ചർ വാല്യൂ ആണ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഫിഗറാണ്. നോ വൺ ക്യാൻ ഫുള്ളി റിയലി ഓൺ ദാറ്റ് ഫിഗർ ആസ് ഇൻ ദ ഫ്യൂച്ചർ സംതിങ് ക്യാൻ ഹാപ്പൻ വിച്ച് ക്യാൻ അഫക്ട് ദ പ്രൊജക്ഷൻ. ഈ ഫ്യൂച്ചർ വാല്യൂ എന്ന പ്രൊജക്റ്റഡ് ഫിഗറാണ്. ഒരാൾക്ക് കൃത്യമായിട്ട് അത് പറയാൻ കഴിയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രൊജക്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. എന്നാൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ഫിഗറാണ്. അതിലെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ എഫക്റ്റ് ചെയ്യും. പ്രസൻറ്റ് വാല്യൂ ഇസ് ഡിഫൈൻഡ് കറൻറ്റ് വർത്ത് ഈസ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോൻ്റെ കറൻറ്റ് വർത്തിനെ എന്താ പറയുക പ്രസൻറ്റ് വാല്യൂ എന്ന്. വേറെ ഫ്യൂച്ചർ വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ
ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ദ സെർട്ടൺ ടൈം പീരീഡ് ഇൻ ദ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു അസറ്റിൻ്റെ അതിൻ്റെ ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സെർട്ടൺ ടൈം പീരീഡിനനുസരിച്ച് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നതിനാണ് എന്താ പറയുക ഫ്യൂച്ചർ വാല്യൂ. വൈൽ കാൽക്കുലേറ്റഡ് പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലേഷൻ ഈസ് ടേക്കിംഗ് ടു അക്കൗണ്ട് ബട്ട് വൈൽ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ വാല്യൂ ഇൻഫ്ലേഷൻ ഈസ് നോട്ട് കൺസിഡേർഡ്. കാൽക്കുലേറ്റഡ് പ്രസൻറ്റ് വാല്യൂവിൽ ഇൻഫ്ലേഷൻ നമ്മൾ എടുക്കും, എന്നാൽ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ വാല്യൂവിൽ ഇൻഫ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. വൈൽ കാൽക്കുലേറ്റഡ് പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ബോത്ത് ആർ കൺസിഡേർഡ്. പ്രസൻറ്റ് വാല്യൂവിന് ഡിസ്കൗണ്ട് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും എടുക്കാറുണ്ട്, പക്ഷേ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. പ്രസൻറ്റ് വാല്യൂ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസൈഡിങ് വെദർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഓർ റിജക്റ്റഡ്. പ്രസൻറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ റിജക്റ്റ് ചെയ്യണോ. എന്നാൽ ഫ്യൂച്ചർ വാല്യൂ ടെൽസ് അബൌട്ട് ഫ്യൂച്ചർ ഗെയിൻ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ ഗെയിൻ ആണ് ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞിരുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ കൃത്യമായിട്ടൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കൃത്യമായിട്ട് അത് ഡിസിഷൻ എടുക്കാൻ ഇത് പര്യാപ്തം അല്ല എന്നുള്ളതാണ്. പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് യൂസസ് ഡിസ്കൗണ്ടിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഓൺ ടുഡേസ് ഡേറ്റ്. പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടുഡേസ് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഡിസ്കൗണ്ടിങ്ങിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന. എന്നാൽ ഫ്യൂച്ചർ വാല്യൂ ടെക്നിക് യൂസസ് കോമ്പൗണ്ടിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്നാൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂവിലും ഫ്യൂച്ചർ വാല്യൂവിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പ്രസൻറ്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള അതിൻ്റെ വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ പറഞ്ഞാൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോൻ്റെ കറൻറ്റ് വാല്യൂവിനെ എന്ത് പറയുക പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുക. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.